ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു ചായ ഉണ്ടാക്കാം. ഈ ചായ ഞാനിവിടെ സ്ഥിരമായി ഉണ്ടാക്കാറുള്ള ഒരു ചായയാണ്. നല്ല ടേസ്റ്റുള്ള ചായയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് റോസ് മിൽക്ക് ടീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് റോസ എടുത്തിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിലുണ്ടായ റോസയാണ്, മരുന്നൊന്നും അടിക്കാത്ത നല്ല റോസയാണ്. അപ്പോൾ ഇതേപോലത്തെ മരുന്നടിക്കാത്ത റോസയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മളിതിപ്പോൾ പൊട്ടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതളുകൾ നമുക്ക് അടർത്തിയെടുക്കാം. എല്ലാ പൂവിൻ്റെയും ഇതേപോലെ നമുക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 പൂക്കൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം നമുക്ക് അടർത്തിയെടുക്കാം. ഈ റോസ ഇതളുകളിൽ പൊടി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് നന്നായി നമുക്ക് കഴുകിയെടുക്കണം. ഇപ്പോൾ നമ്മളിതെല്ലാം അടർത്തിയെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചതച്ചിട്ട് നമുക്കിത് നമ്മളിവിടെ എടുത്തു വച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ചെടുക്കേണ്ടത് 2 കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 4-5 ഏലക്ക നമുക്ക് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കരയാമ്പൂ ആണ്. അത് ഒരു 4-5 ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഈ സ്റ്റാർ പോലത്തെ അതിൻ്റെ ഒരു 2 പീസ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതേപോലെ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജാതിക്കയാണ്. അപ്പോൾ ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു ചെറിയ കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് ചതച്ചെടുക്കണം. ഈ കറുകപ്പട്ടയും ഈ ഏലക്കായും കരയാമ്പും എല്ലാം ഒന്ന് ചതച്ച് എടുക്കാം. ഇത് ഒന്ന് ചതച്ചാൽ മതി, നന്നായി പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് ഞാനിത്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ടിട്ട് ഇത് ഇളക്കിയിട്ടില്ല, ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് ചൂടായി വരുമ്പോൾ തന്നെ ഒരു മണം, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ല കടുപ്പത്തിലാണെങ്കിൽ 2 ടീസ്പൂൺ മതി. കടുപ്പം കുറവുള്ളവർക്ക് ഒരു 1.5 ടീസ്പൂണൊക്കെ മതി. ഇപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് പാല് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല. നമുക്കിത് ഒന്നും കൂടി ഇട്ട് ഇതിൽ തിളപ്പിച്ചെടുക്കാം. ഇനി ഇവിടെ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ കഴുകി വെച്ചിട്ടുള്ള റോസ ഇതൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. റോസാപ്പൂക്കൾ കൂടുതലിടുമ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ ഒരു റോസയുടെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ റോസ നമുക്ക് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ചായക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് എപ്പോഴും നമ്മളിത് ചായ ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ഒരു പാത്രത്തിലേക്ക് പതപ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടണത്. ഇഞ്ചിയുടെയും കറുകപ്പട്ടയുടെയും ഏലക്കായയുടെയും എല്ലാം നല്ല മണമാണ് വരുന്നത്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി 2-3 റോസ ഇതളും കൂടിയും ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നല്ലൊരു ചായയാണ്. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ചായയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചായ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.